എൻ്റെ എല്ലാ മാന്യ കൂട്ടുകാർക്കും RJS ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അമ്മ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള മീൻ കറിയാണ്. അതായത് കാന്താരി മുളക് ചേർത്ത് അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ മീൻ കറി. എല്ലാവരും ഇത് കണ്ട് അമ്മയെ പ്രോത്സാഹിപ്പിക്കും. വളർന്നത് നമുക്ക് ഇതിലേക്ക് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി എന്നീ ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 4 ചീര്, കുരുമുളക് 1 ടീസ്പൂൺ കുരുമുളകാണിത്. പിന്നെ അതിൽ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം മൂത്ത് വരാറാകുമ്പോൾ നമുക്ക് പ്രത്യേക വെറൈറ്റിയായ കാന്താരി മുളക്, ഒരു 5-6 കാന്താരി മുളകാണിത്. അത് ഇതിൽ നല്ലവണ്ണം മൂത്ത് ചേർത്ത് കൊടുക്കണം. ഇതാണ് ഈ മീൻ കറിയിൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ചേർക്കുന്നത്. കാന്താരി മുളക് കൂടിപ്പോകരുത്, വളരെ എരി കൂടുതലായിട്ട് മുളക് പൊടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഈ രൂപത്തിലാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കൊഴുപ്പും വേറൊരു ടേസ്റ്റും വരും. പക്ഷേ ഇത് നല്ലവണ്ണം ഇതിനോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കണം. കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മൂട്ടി പിടിച്ച് കരിഞ്ഞു പോകും. ഈ കരിവിൻ്റെ ഒരു രുചി ഉണ്ടാവും. പല രീതിയിൽ മീൻകറി ഉണ്ടാക്കാം. ഇതുപോലെ ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം. ആകൃതിയായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെറൈറ്റിയായിട്ട് നല്ല വടിയെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. മുളകിൻ്റെ കാരം മാറുന്നതിന് വേണ്ടിയാണ് ഈ തക്കാളി ഇങ്ങനെ അരച്ച് ഒഴിച്ച് ഒന്ന് പാകപ്പെടുത്തി എടുക്കുന്നത്. ഇനി അതിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു. ഈ വെള്ളം നല്ലവണ്ണം തിളച്ച് വരട്ടെ.
ഇതിൻ്റെ മസാലകളെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം ഇതിൽ കിടന്ന് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഈ കൊഴുപ്പേറിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു രുചിയും മുളകിൻ്റെ എരിയും കുറഞ്ഞു കിട്ടും. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി. ശ്രദ്ധിക്കുക, പ്രഷറുള്ളവരാരും കൂടുതൽ ഒഴിക്കരുത്. കാന്താരി മുളക് ചേർത്തത് കൊണ്ടാണ് ഈ ഒരു ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാൻ നമുക്ക് അവസരം ഉണ്ടായത്. കാന്താരി മുളക് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്കതിൽ അതിൻ്റെ പ്രധാന ചേരുവ ഇത് ചേർക്കുമ്പോഴാണ് നല്ല മണം വരുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കത് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. തീ നമുക്ക് അടച്ച് വയ്ക്കാം. പ്രിയ കൂട്ടുകാരെ, ഇത് വടക്കൻ കേരളത്തിൽ കാറ്ററിംഗുകാർ പറഞ്ഞു തന്ന ഒരു മീൻകറിയാണ്. എല്ലാവരും അതായത് നമ്മുടെ തെക്കൻ കേരളക്കാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അമ്മയ്ക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ, എന്ത് തെറ്റുകുറ്റമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. ആരും എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാതിരിക്കരുത്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അമ്മയുടെ നന്ദി, നമസ്കാരം.